ഇന്ന് വേറെ ദിവസമാണ് ഏപ്രിൽ 3-ാം തീയതി. രാവിലെ എണീറ്റ് തിടമ്പെടുക്കുന്നതൊക്കെ കാണാൻ പോകണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തലേ ദിവസം കുറച്ച് വൈകി കിടന്നതുകൊണ്ടും രാവിലെ എണീക്കാനുള്ള മടി കൊണ്ടും സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വൈകുന്നേരത്തെ വെടിക്കെട്ട് കാണാമെന്ന് വിചാരിച്ച് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചൊരു 5:30 ആയപ്പോഴത്തേക്കും ഷാർപ്പ് ഞങ്ങൾ പൂരപ്പറമ്പിലെത്തി. അതിന് ശേഷം സാധാരണ രീതിയിൽ 5:30 നമ്മൾ എത്തിയാലും നമ്മൾ വേർത്ത് കുളിച്ച് ക്ഷീണിച്ചൊക്കെ നിന്ന് ഒരു 2 മണിക്കൂറിന് ശേഷമായിരിക്കും പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങുക. പക്ഷെ ഇത്തവണ മഴ കാരണവും ബാക്കിയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കാരണവും പടക്കമൊക്കെ പെട്ടെന്ന് പൊട്ടിത്തുടങ്ങി. വല്ലങ്ങിയുടെ തുടങ്ങി പാതിയായി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നെന്മാറക്കാർ ഇവിടുന്ന് പൊട്ടിച്ചു തുടങ്ങി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സൗണ്ടും ഒച്ചയും പുകയും എല്ലാമായിരുന്നു. ഒന്നും അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. മാത്രമല്ല അവർ മുഴുവൻ പടക്കങ്ങളൊട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഇനി പിറ്റേ ദിവസം രാവിലെ കാണാം, പുലർച്ചയ്ക്കുള്ള വെടിക്കെട്ടിൻ്റെ ബാക്കി എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. പക്ഷേ കയറിപ്പെട്ടത് ഒരു നല്ല തിരക്കിൻ്റെ ഇടയിലായിരുന്നു. തിരക്കിനെക്കുറിച്ച് എനിക്ക് സാമാന്യം ധാരണ ഉണ്ടായിരുന്നെങ്കിലും കൂടെ വന്നവർക്ക് അതില്ലായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പേടിച്ചു. കുറച്ച് നേരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു 10-15 മിനിറ്റോളം ഒരേ സ്ഥലത്ത് തന്നെ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഉള്ളിൽ നിന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ വീടെത്തിയത്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ എന്തായാലും പടക്കം കാണാൻ പോവാം, 3 മണി 4 മണിക്കായിരിക്കും പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. 1:45 അലാം വെച്ച് ഞങ്ങൾ 1:50 റെഡിയായി ഇറങ്ങുമ്പോഴേക്കും ഒരു ദേശത്തിൻ്റെ അവിടെ പൊട്ടിക്കഴിഞ്ഞു. പിന്നെ കാണാൻ പറ്റുമോ എന്ന് പേടിച്ചാണ് വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി ഓടി നടന്ന് എവിടേക്കോ എത്തി, എവിടേക്കോ നിന്ന് ഞങ്ങൾ അവസാനം വെടിക്കെട്ട് കണ്ടു. അതേതായാലും നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരത്തെ നിരാശയൊക്കെ പുലർച്ചത്തെ വെടിക്കെട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ശേഷം ആ തിരക്കിനകത്ത് കൂടെ അധികം നടക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം മാറി നിന്ന് നെന്മാറക്കാരുടെയും വല്ലങ്ങിക്കാരുടെയും പന്തലൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ആ കുളക്കരയിലൊക്കെ പോയി നിന്ന് പൊട്ടിയ സ്ഥലത്തേക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി.